ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തരമാറ്റിലെ ഏറ്റവും പുതിയ പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ നയനയ്ക്ക് വേണ്ടിയിട്ട് ആദർശ് വീട്ടിലേക്ക് ഒരു സ്റ്റാഫിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെ കൊണ്ടും അക്കൗണ്ട് തുറക്കിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായിട്ടൊരു ഫോമാണുള്ളത്. ആ സമയം അവിടേക്ക് നയനയും വരുന്നുണ്ട്, നവ്യയും വരുന്നുണ്ട്. അങ്ങനെ നയനയ്ക്ക് ആ ഫോം ഫില്ല് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, അയ്യോ ചേച്ചി വന്നിട്ടുണ്ട്, അപ്പോൾ ചേച്ചിയുടെ പേരിൽ തന്നെ എടുത്താൽ മതി, എനിക്ക് പിള്ളേലും കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ഇനി അക്കൗണ്ടായി, അതിൽ പൈസയായി, ഇനി ഇവിടെ രാജഭരണം നടത്താമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് നവ്യ. ആ സമയം മൂർത്തി തന്നെ മുൻകൈ എടുക്കുകയാണ്. ഇപ്പോൾ മോളാണ് ഇവിടുത്തെ മൂത്ത മരുമകൾ. അപ്പോൾ മോൾക്ക് വേണം അക്കൗണ്ട് തുടങ്ങാനായിട്ട്. ഇപ്പോൾ ആശുപത്രിയിൽ പോയിട്ടാണ് പൈസ ഇല്ലാതെ മോൾ കുറേ ബുദ്ധിമുട്ടിയതല്ലേ. അപ്പോൾ മോൾക്കാണ് ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് ആവശ്യം എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് കലി പൂണ്ട നവ്യാണെന്നുണ്ടെങ്കിൽ നേരെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ മൂർത്തി പറയുന്നുണ്ട്, ഇന്നലെ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം സംഭവങ്ങളൊന്നും നടക്കേണ്ടി വരില്ലായിരുന്നല്ലോ. മോൾ പൈസയുടെ വില മനസ്സിലാക്കിയതല്ലേ. അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യം വരാണെന്നുണ്ടെങ്കിൽ മോൾക്ക് അക്കൗണ്ടിലുണ്ടല്ലോ പൈസ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും പറയുന്നുണ്ട്. അതിനുശേഷം ആദർശ് പുറത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇതിപ്പോൾ നിനക്ക് അക്കൗണ്ടൊക്കെ തുടങ്ങിയത് നല്ല കാര്യമാണ്. അപ്പോൾ നീ പിന്നെ എപ്പോഴും നിന്നെ സഹായിച്ച കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും വിളിച്ചു പറയുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് പറയുകയാണ്. അങ്ങനെ നയന ആദർശിനോട് ഒരാഗ്രഹം പറയുകയാണ്. ആ ഒരു സമയത്ത് ഇപ്പോൾ പൈസ ഇല്ലാഞ്ഞത് ഓക്കെ, അതേപോലെ എനിക്ക് ഡ്രൈവിങ്ങും പഠിക്കണമെന്നുള്ളൊരാഗ്രഹം പറയുന്നുണ്ട്. കാറ് 2 വീലറൊക്കെ എനിക്ക് ഓടിക്കാൻ അറിയാം, ഇനി 4 വീലർ ഓടിച്ച് പഠിക്കണം. അങ്ങനെ ആരില്ലാതെ വരുന്ന സന്ദർഭത്തിലല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യാണ്ടാവുന്ന സന്ദർഭത്തിൽ എനിക്ക് ഓടിക്കാനായിട്ടെങ്കിൽ അറിയണ്ടേ, വേറെ ഒരാളുടെ സഹായം തേടണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, എനിക്കിപ്പം തന്നെ ഡ്രൈവിങ് പഠിപ്പിക്കാനുള്ള സമയമൊന്നുമില്ല, അതിനുള്ള സന്ദർഭവും ഇല്ല എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നയനയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അങ്ങനെ അക്കൗണ്ട് തുടങ്ങാനായിട്ട് നവ്യനെ പ്രോത്സാഹിപ്പിക്കാത്ത ദേഷ്യത്തിന് അവൾ റൂമിലേക്ക് നേരെ വന്നിട്ട് കലി പൂണ്ട നവ്യാണെന്നുണ്ടെങ്കിൽ അവളുടെ ഫോൺ ബെഡിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. അങ്ങനെ ബെഡിൽ നിന്ന് നേരെ ഫോൺ താഴത്തോട്ടൊക്കെ വീഴുന്നുണ്ട്. എന്നിട്ടും അവൾക്ക് ആ കലി അടങ്ങുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന തലോണൊക്കെ എടുത്തിട്ട് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അവൾ ദേഷ്യം മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് അവിടേക്ക് അബി കയറി വരുന്നത്. അബി വരുമ്പോൾ റൂം മൊത്തത്തിൽ അലങ്കോലായി കിടക്കുന്നതാണ് കാണുന്നത്. അത് കണ്ടോടുകൂടി തന്നെ അബിക്ക് മനസ്സിലായി കിട്ടിയ ചാൻസാണ് ണെന്ന് പറഞ്ഞ് നയനേനെ കുറ്റപ്പെടുത്താനായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, നിൻ്റെ അനിയത്തി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, എല്ലാ ആനുകൂല്യങ്ങളും പരിഗണനയൊക്കെ അവൾക്കാണ് കിട്ടുന്നത്, നിന്നെ കൊണ്ട് ഒരു കാര്യമില്ല. കണ്ടില്ലേ, ഇപ്പോൾ അക്കൗണ്ടും കിട്ടി, പൈസയും കിട്ടി, എല്ലാം കൊണ്ട് അവൾ സുഖമായിട്ടാണ് ജീവിക്കുന്നത്, മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ സുഖിപ്പിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നീ എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ അനിയത്തിയെ ഇവിടുന്ന് ഓടിക്കാനായിട്ട് നോക്ക്, എന്നാൽ മാത്രമേ നമുക്കിവിടെ സുഖമായിട്ട് എല്ലാം കിട്ടിക്കൊണ്ട് ഇവിടെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പറയുകയാണ് അബി. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ബട്ടൺ അമർത്താനായിട്ട് മറക്കരുത്. അപ്പോൾ പത്തരമാറ്റിലെ ഫുൾ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും ബായ്.